إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور ليوفيهم أجورهم ويزيدهم من فضله إنه غفور شكور. وقال تعالى: واذكرن ما يتلى في بيوتكن من آيات الله والحكمة إن الله كان لطيفا خبيرا. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് രണ്ട് രീതിയിലുള്ള ജീവിതം വെച്ചിട്ടുണ്ട്. ഒന്ന് റബ്ബ് ചാഹി ജിന്ദഗി, പടച്ചവൻ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ജീവിതം. രണ്ട് മൻ ചാഹി ജിന്ദഗി, മനുഷ്യന്റെ മനസ്സ് ആഗ്രഹിക്കുന്ന, മനസ്സിന് ഇഷ്ടപ്പെട്ട ജീവിതം. ഈ രണ്ടു കൂട്ടം ജീവിതത്തിന്റെ ആളുകളും ബാഹ്യമായി ഒരേ നിലയിൽ ജീവിക്കുന്നവരാണ്. പടച്ചവന് പൊരുത്തമായ നിലയിൽ ജീവിക്കുന്നവരും കയ്യും കാലും ഉള്ളവരാണ്. അവരിൽ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. അവരാഹാരം കഴിക്കാറുണ്ട്, വസ്ത്രം ധരിക്കാറുണ്ട്. അവർക്ക് വീടും പറമ്പുമുണ്ട്, ഭാര്യ മക്കളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്. മറുഭാഗത്ത് തോന്നിവാസത്തിൽ ജീവിക്കുന്നവർക്കും ഈ പറയപ്പെട്ടതെല്ലാം ഉണ്ട്. വളരെ ചെറിയൊരു വ്യത്യാസം മാത്രം, ചെറുതല്ല, ഏറ്റവും വലിയ വ്യത്യാസമാണ്. ഒന്നാമത്തെ വിഭാഗത്തിന് മുമ്പിൽ അല്ലാഹു ആയിരിക്കും, അവന്റെ റസൂലായിരിക്കും. പരലോകത്ത് ഇതിനേക്കാളും സുന്ദരമായ ജീവിതമായിരിക്കും. രണ്ടാമത്തെ വിഭാഗത്തിന് മുന്നിൽ അല്ലാഹുവില്ല, റസൂലില്ല, പരലോകമില്ല. കുറെ തിന്നണം, കുറെ കുടിക്കണം, കുറെ സുഖിക്കണം എന്ന ഒരു അവസ്ഥ മാത്രമായിരിക്കും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഒന്നാമത്തെ കൂട്ടം ആളുകൾ അവർ ദുനിയാവിലും വലിയ സമാധാനവും സന്തോഷവും അവർക്ക് ലഭിക്കുന്നതാണ്. ആഖിറത്തിൽ വമ്പിച്ച കൂലി അല്ലാഹു അവർക്ക് നൽകുന്നതാണ്. من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة. ആരെങ്കിലും അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ച് പടച്ചവനെയും പ്രവാചകനെയും മുമ്പിൽ നിർത്തി നല്ല പ്രവർത്തനങ്ങൾ അനുഷ്ഠിച്ച് ജീവിച്ചാൽ തീർച്ചയായും ഞാൻ അവന് അതിസുന്ദരമായ ജീവിതം ഈ ലോകത്ത് തന്നെ നൽകും. وَلَنَجْزِيَنَّهُمْ أَجْرَهُمْ بِأَحْسَنِ مَا كَانُوا يَعْمَلُونَ. അവർ പ്രവർത്തിച്ചതിനേക്കാളെല്ലാം വമ്പിച്ച പ്രതിഫലം
അതിസുന്ദരമായ പ്രതിഫലം പരലോകത്തിൽ നൽകുകയും ചെയ്യും. ഈ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ രണ്ട് വഴിയാണുള്ളത്. ഒന്ന്, ഇങ്ങനെ ജീവിച്ച മഹാന്മാരോട് ചോദിച്ചു നോക്കി. ബഹുമാനപ്പെട്ട നബിമാർ, സഹാബാക്കൾ, ഔലിയാക്കൾ, അവരുടെ ആണുങ്ങൾ, അവരുടെ പെണ്ണുങ്ങൾ, അവരോട് ചോദിച്ചു നോക്കി. അവരുടെ ജീവിതം സാക്ഷ്യം വഹിക്കും. ഈ ലോകത്ത് അവരുടെ ജീവിതം വളരെ സന്തോഷകരമായിരുന്നു. അവരിൽ ഒരാൾ പോലും തൂങ്ങിച്ചെന്നിട്ടില്ല. അവരിൽ ഒരാൾ പോലും നിരാശപ്പെട്ട് ആത്മഹത്യ ചെയ്തിട്ടില്ല. അവരിൽ ഒരാൾ പോലും ബൈപ്പാസുകൾ തേടിയും അഭ്യാസങ്ങളും ആഭാസങ്ങളും കാട്ടിയിട്ടില്ല. ശരിയാണ്, ജീവിതത്തിൽ കയറ്റങ്ങളും ഇറക്കങ്ങളും അവർക്ക് സംഭവിച്ചു. കയറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കും. ഇറക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ ജീവിതം വളരെ സ്വച്ഛന്തമായിരുന്നു, സുന്ദരമായിരുന്നു. രണ്ടാമത്തെ വിഭാഗത്തെക്കാളും മിക്കവാറും ജീവിതഭാരം ഇവർക്കായിരുന്നു. കാരണം മുമ്പിൽ അല്ലാഹുവാണുള്ളത്, റസൂലാണുള്ളത്. ധാരാളം മക്കൾ മിക്കവാറും ഉണ്ടാകും. ഞങ്ങൾ ഒരിക്കൽ ധാരാളം ദേവത്തിലെ ഒരു ഉസ്താദിനെ കാണുകയുണ്ടായി. ആകെ ഒരു മുറിയാണ് വീട്. ആ മുറി നിറയെ ഏതാണ്ട് 10ന്റെയും 1ന്റെയും ഇടയിലുള്ള കുറെ നമ്പറുകൾ ഇങ്ങനെ കൂടിക്കിടക്കുന്നു. വലിയ ആനന്ദം, വലിയ സന്തോഷം. ഉസ്താദെ സുഖമല്ലേ? അൽഹംദുലില്ലാഹ് വളരെ സുഖമാണ്, സന്തോഷമാണ്. ഞങ്ങളുടെ മഹാനായ ഉസ്താദ് കഴിഞ്ഞ വർഷം പരിശുദ്ധമായ ഉംറയ്ക്ക് പോയി. വെള്ളിയാഴ്ച രാവിലെ തവാഫ് ചെയ്തു, ഹറമിൽ നമസ്കരിച്ചു. എന്നിട്ട് ശാന്തമായി കടന്ന് മരിക്കുകയുണ്ടായി. അബ്ദുൽ അസീസ് മൗലാന നവറല്ലാഹു മർത്തദഹു ഉസ്താദിന്റെ പ്രത്യേകതയാണ് എപ്പോഴും പടച്ചവനെ സ്തുതിച്ചുകൊണ്ടിരിക്കും, വാഴ്ത്തിക്കൊണ്ടിരിക്കും. സുഖമാണ്, അൽഹംദുലില്ലാഹ് വളരെ സുഖമാണ്. നന്ദി കുറഞ്ഞു പോയെന്ന് പേടിയുള്ളൂ. വളരെ സുഖമാണ്, സന്തോഷമാണ്. വഫാത്തിന് മുമ്പ് കായംകുളത്ത് വന്നു, ഓച്ചറയിൽ വന്നു. ശിഷ്യന്മാരെ കാണുകയുണ്ടായി. ഓരോ കാര്യങ്ങൾ കണ്ടും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് വളരെ പടച്ചവനെ വാഴ്ത്തുന്നു, പുകഴ്ത്തുന്നു. ഞങ്ങൾ വാർത്ത അറിഞ്ഞ ഉടനെ പരസ്പരം പറയുകയുണ്ടായി, മിക്കവാറും ഉസ്താദ് പടച്ചവനെ വാഴ്ത്തിക്കൊണ്ട് തന്നെയായിരിക്കും മരിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. രാവിലെ സുബഹി നമസ്കരിച്ചു, തവാഫും എല്ലാം ചെയ്തു വന്നു. ആൾക്കാരുടെ കൂട്ടത്തിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവേ, നിനക്ക് ധാരാളം നന്ദി, നിനക്ക് ധാരാളം ശുക്ർ, നമ്മൾ നന്ദിയെല്ലാം വളരെ കുറവാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ആള് കടന്നു ദിക്ർ ചൊല്ലി അങ്ങനെ തന്നെ മരിക്കുകയുണ്ടായി. സഹാബാക്കളെയും ഔലിയാക്കളെയും പറ്റി പറയാൻ അവരാണെന്ന് പറയും. ഈ കാലഘട്ടത്തിൽ അള്ളാഹു നമ്മളെ കാണിച്ചു തന്ന ആൾക്കാരാണ്. ഈ ലോക ജീവിതം വളരെ സമാധാനമായ സന്തോഷമായിരുന്നു. അവർക്കാകെ അസ്വസ്ഥത. സുബ്ഹാനക മാ അബ്ദനാക ഹഖ ഇബാദതിക, പടച്ചവനെ നിനക്ക് ഇബാദത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇത് മാത്രമായിരുന്നു അവരുടെ ആകെ ബേജാറ്. അതുകൊണ്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ ഒന്നാമത്തെ വഴി ചെയ്തവരോട് ചോദിച്ചു നോക്കി. അവരുടെ ജീവിതത്തിൽ പറയും, ഞങ്ങളുടെ ജീവിതം വളരെ സമ്പന്നമായിരുന്നു, വലിയ റാഹത്തായിരുന്നു, ബർക്കത്തായിരുന്നു. സമ്പത്ത് കൊണ്ട് പണവും പണ്ടവുമല്ല ഉദ്ദേശം. ഇന്നലദിന അതിന നഫ്സ്, മനസ്സ് വളരെ റാഹത്തായിരുന്നു. ഒരു സഹാബി അല്ലാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുന്നു. ഈ സമയത്ത് ആ സഹാബിയുടെ കുഞ്ഞ് രോഗിയാണ്. ഭാര്യ പറയുന്നു, ഒരു കുഴപ്പമില്ല, പോയിട്ട് വരും, സന്തോഷത്തിൽ പോയിട്ട് വരും, ഒരു കുഴപ്പമില്ല, പോയിട്ട് വരും. അദ്ദേഹം യാത്ര ചെയ്തു, തിരിച്ചു വന്നു, വീട്ടിൽ വന്നു. ഈ വരുന്ന അന്ന് ആ കുഞ്ഞ് മരിക്കുകയാണ്. എന്തായിരിക്കും നമ്മളുടെ മേടും ബഹളവും?
അവരോട് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരു തബ്ലീഗ് എന്നൊക്കെ പറഞ്ഞ് നടക്കരുത്, മദ്രസ എന്ന് പറഞ്ഞ് നടക്കരുത്, കുഞ്ഞ് മരിക്കുമ്പോൾ പോലെ വീട്ടിലില്ല. സഹോദരങ്ങളെ, മരിക്കുമ്പോൾ നമ്മൾ മുമ്പിലും പിമ്പിലും ഉണ്ടാകലൊന്നുമല്ല വിഷയം. മരിക്കുമ്പോൾ നല്ല നിലയിൽ മരിക്കണം. ഒരിക്കൽ വിഷയം പറയുകയാണ്, അദ്ദേഹം മരിക്കുന്ന സമയത്ത് എല്ലാവരും അരികിലുണ്ടായിരുന്നത് പത്രത്തിൽ റിപ്പോർട്ടാണ്. എല്ലാവരും മുമ്പിലുണ്ടാകൽ വളരെ നല്ലതാണ്, പക്ഷെ മുമ്പിൽ ദിക്റും ദുആയും ചെയ്തുകൊണ്ടിരിക്കണം, നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ആ അവസ്ഥയിൽ മരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏറ്റവും നല്ല മരണമാണ് നമ്മൾ നന്മ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ വാപ്പയും ഉമ്മയും മരിക്കരുത്. പരിശുദ്ധ ഖുർആൻ ഞാൻ ഓതിക്കൊണ്ടിരിക്കുന്നു, എന്റെ ഉമ്മ അള്ളാഹുവിലേക്ക് ആത്മാവ് പറന്നുയരുന്നു. അഭിമാനകരമായ മരണമാണ്. ഞാൻ ആൾക്കാരുമായി വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, എന്റെ വാപ്പയുടെ മരണം സംഭവിക്കുന്നു. വളരെ അപകടമാണ്, അങ്ങേയറ്റം വേദനാജനകമാണ്. ആ കുഞ്ഞിനെ രാത്രി ആളുകൾ ആ കുഞ്ഞിനെ കുളിപ്പിച്ച് വളരെ നല്ല നിലയിൽ ചുംബിച്ച് ആ സഹോദരി അല്ലാഹുവിന്റെ ദാസി സഹാബി വനിത അവർ മൂലയിൽ കിടത്തുന്നു. എന്നിട്ട് ഇവർ നന്നായിട്ട് കുളിച്ച് തയ്യാറായി ഭർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നു. എത്തി. എന്നൊരു വിശേഷം, അൽഹംദുലില്ലാഹ്, സുഖം തന്നെ. കുഞ്ഞിന്റെ കാര്യമോ അത് സെക്കൻഡ്, നല്ല ശാന്തതയിലാണ്. പറയാനെന്തൊരു എളുപ്പമാണെന്നറിയാമോ? നല്ല ശാന്തതയിലാണ്. അദ്ദേഹം ഭാര്യയുടെ കൂട്ടത്തിൽ കിടക്കുന്നു. രണ്ടുപേരും അങ്ങേയറ്റ സന്തോഷത്തിൽ കഴിയുന്നു. രാവിലെ എഴുന്നേൽക്കുകയാണ്. പിന്നെ ഒരു കാര്യം ചോദിക്കാറുണ്ട്. ആരെങ്കിലും ഒരു സൂക്ഷിക്കാൻ സാധനം ഏൽപ്പിച്ച് തിരിച്ചു ചോദിക്കുമ്പോൾ അത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? നല്ല മനസ്സോടുകൂടി കൊടുക്കണം. അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച അമാനത്തായ കുഞ്ഞിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു വിളിച്ചു കേട്ടോ. ആ സഹാബി അമ്പരക്കുന്നു, ആകെ ബേജാറ്. കുഞ്ഞിനെന്ത് പറ്റി? കുഞ്ഞിനെ അള്ളാഹു തആല വിളിച്ചു. കുഞ്ഞിനെ പടച്ചവന്റെ അരികിലേക്ക് പോയി. ബുഖാരി ശരീഫിൽ റിവായത്താണ് പറയുന്നത്, അദ്ദേഹം നേരെ മസ്ജിദ് നബവിയിലേക്ക് ഓടിപ്പോയി. സുബഹി നമസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കരഞ്ഞുകൊണ്ട് സംഭവം വിവരിച്ചു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു നിന്റെ ഈ രാത്രിയിൽ വലിയ ബർക്കത്ത് ചെയ്ത് കാണും. ഹദീസ് റിവായത്ത് ചെയ്ത മഹാൻ പറയുന്നു, അതിനുശേഷം അവർക്ക് സന്താനങ്ങൾ ജനിക്കുകയുണ്ടായി, പരമ്പരകളുണ്ടായി. മുഴുവൻ പരമ്പരയിൽ പരിശുദ്ധ ഖുർആനിലെ ഹാഫിളുകളും ആലിമീങ്ങളുമാണ്. സഹോദരങ്ങളെ, ഈമാനിയായ ജീവിതത്തിന്റെ, പടച്ചവന് മുമ്പിൽ വെച്ചുകൊണ്ടുള്ള ജീവിതത്തിന്റെ ഫലമാണ്. രണ്ടാമത്തൊരു ജീവിതമുണ്ട്, അതിനെപ്പറ്റി അധികം പറയേണ്ട ആവശ്യമില്ല. ഖുർആൻ ശരീഫിന്റെ ഖത്തം നടക്കാൻ പോവുകയാണ്, എങ്കിലും മുന്നറിയിപ്പിന് വേണ്ടി പറയുകയാണ്. രണ്ടാമത്തെ ജീവിതം, അതിനും ഈ പറഞ്ഞതുപോലെ ആദ്യത്തെ ജീവിതം പോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ചിലപ്പോൾ കുറച്ച് പൈസ, കുറച്ച് അടിപൊളി, ഇത് മുമ്പിൽ കൂടുതൽ കാണുമെന്ന് മാത്രം. പക്ഷെ ഒന്നുറപ്പാണ്, അവരുടെ ജീവിതം വളരെ നരകീയമായിരിക്കും, ഈ ലോകത്തും നാളെ പരലോകത്തും. തെളിവെന്ത്? ഒന്ന്, മുൻകഴിഞ്ഞ മോശപ്പെട്ട ആളുകളുടെ ജീവിതം, നബിമാരെ ധിക്കരിച്ച, നല്ലവരുടെ വഴിയെ പരിഹസിച്ച ആളുകളുടെ ജീവിതം വളരെ ദുരിതമായിരുന്നു, വലിയ പ്രയാസകരമായിരുന്നു, പ്രശ്നകരമായിരുന്നു. രണ്ടാമതായിട്ട് മനസ്സിലാക്കാൻ വഴിയെ കഴിഞ്ഞതിൽ പറയാൻ വിട്ടുപോയി, നല്ല ജീവിതത്തിന് നല്ല അവസ്ഥ ദുനിയാവിലുണ്ടാകും എന്നതിന്റെ തെളിവ് നമ്മൾ ജീവിച്ചു നോക്കി, ആ മരുന്ന് കഴിച്ചു നോക്കി. ഇതുപോലെ മോശമായ ജീവിതത്തിന് ദുരന്ത ഫലമുണ്ടാകും നമ്മളുടെ ജീവിത തെളിവ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ലോകത്ത് രണ്ട് ജീവിതമാണുള്ളത്. ഒന്ന്, റബ്ബ് ചാഹി സിന്ദഗി, പടച്ചവൻ ആഗ്രഹിക്കുന്ന ജീവിതം, അതിൽ പടച്ചവനെ കിട്ടും. രണ്ട്, മനസ്സാഗ്രഹിക്കുന്ന ജീവിതം, മനസ്സിനെ പോലും കിട്ടുകയില്ല. ومن يعش عن ذكر الرحمن نقيض له شيطانا فهو له قرين وإنهم ليصدونهم عن السبيل
ويحسبون أنهم مهتدون حتى إذا جاءنا قال يا ليت بيني وبينك بعد المشرقين فبئس القرين ولن ينفعكم اليوم إذ ظننتم أنكم في العذاب مشتركون. പടച്ചവന് പൊരുത്തമായ ജീവിതത്തെ വിട്ട് മനസ്സ് കൊതിക്കുന്ന ജീവിതവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുടെ മുതുകിൽ ഞാനൊരു പിശാചിനെ അടിച്ചേൽപ്പിക്കുന്നതാണ്. വാപ്പ പറഞ്ഞാലും ഉമ്മ കരഞ്ഞാലും ഗുണകാംക്ഷികൾ ഉപദേശിച്ചാലും അവൻ ആ കൂട്ടുകാരനെ വിടാതെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. حتى إذا جاءنا قال يا ليت بيني وبينك بعد المشرقين فبئس القرين. ദുനിയാവും തൊലയും ആഖിറത്തും തൊലയും. എന്നിട്ട് നമ്മുടെ അരികിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കും. എന്റെയും നിന്റെയും ഇടയിൽ സൂര്യന്റെ ഉദയാസ്തമന ദൂരമുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. അള്ളാഹു പറയും, ഇവിടെ പറയേണ്ട രണ്ടുപേരും നരകത്തിൽ പോയി കിടക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ നിയ്യത്ത് ചെയ്യുന്നു ഇൻഷാ അല്ലാഹ് പടച്ചവനെ മുമ്പിൽ നിർത്തിക്കൊണ്ട്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിൽ നിർത്തിക്കൊണ്ട്, ആഖിറത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. ഈ ലോകത്ത് വിജയം, നാളെ പരലോകത്ത് വിജയം. അടുത്തതായിട്ടൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് തീർക്കുകയാണ്. ഇതിൽ എന്ത് ചെയ്യണം? ഇൻഷാ അല്ലാഹ് പറയുകൊണ്ട് നടക്കുമോ? നമ്മൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞ് നല്ല നിലയിൽ ജീവിക്കണം. അതിനൊരു മരുന്ന് കഴിക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തോട് നടത്തിയ ഒരു ഉപദേശമാണ് നിങ്ങൾക്ക് മുമ്പാകെ ഉദ്ധരിക്കപ്പെട്ടത്. സൂറത്തുൽ അഹ്സാബിൽ പ്രവാചക കുടുംബത്തോട് അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് രണ്ട് മാർഗമുണ്ട്, ഏത് വേണം സ്വീകരിച്ചുകൊണ്ട്. ഒന്നെങ്കിൽ അള്ളാഹുവിനെയും റസൂലിനെയും ആഖിറത്തിനെയും മുമ്പിൽ വെച്ചുകൊണ്ടുള്ള ജീവിതം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭൗതിക സുഖരസങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ടുള്ള ജീവിതം. ഏതാണ് വേണ്ടത്? ആ മഹദികൾ എല്ലാവരും ഒരൊറ്റ സ്വരത്തിൽ പറഞ്ഞു, അള്ളാഹു നമുക്ക് പറയാൻ തൗഫീഖ് നൽകട്ടെ. ഞങ്ങൾക്ക് അള്ളാഹുവാണ് വേണ്ടത്, റസൂലാണ് വേണ്ടത്, പാരത്രിക വിജയമാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. പല കാര്യങ്ങൾ പറഞ്ഞു, അതിൽ പ്രധാനപ്പെട്ട ചാലക ശക്തിയായ ഒരു കാര്യം, വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മ വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മ. പ്രവാചക കുടുംബമേ, നിങ്ങളുടെ വീട്ടിൽ അള്ളാഹുവിന്റെ വചനങ്ങളും അവന്റെ ഹബീബിന്റെ വചനങ്ങളും ഓതപ്പെടുന്നുണ്ട്. അത് നിങ്ങൾ നിരന്തരം അനുസ്മരിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്ന അൽ ബദറുൽ മുനീർ, പ്രകാശത്തിന്റെ അനുഗ്രഹീതമായ വിളക്ക് നിങ്ങളുടെ വീട്ടിൽ പ്രകാശിക്കുന്നുണ്ട്. രാവും പകലും നിങ്ങൾ ആ പ്രവാചകന്റെ നാവിൽ നിന്നും പരിശുദ്ധ ഖുർആന്റെ സൂക്തങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഹദീസുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം വീട്ടിൽ വരുമായിരുന്നു. മസ്ജിദിൽ വീട്ടിൽ വരുമായിരുന്നു. വീട്ടിൽ വന്നാൽ തങ്ങൾ കളിക്കും ചിരിക്കും, പക്ഷെ കൂടുതലായി ഖുർആൻ ഓതുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൈദുകാരിയായ എന്റെ മടിയിൽ കിടന്ന് പരിശുദ്ധ ഖുർആൻ ഓതുമായിരുന്നു. യാ റഹ്മാൻ, ദീനിന്റെ കാര്യങ്ങൾ പറയുമായിരുന്നു. കളിയുമുണ്ട്, ചിരിയുമുണ്ട്, തമാശയുണ്ട്, ദേഷ്യമുണ്ട്, സ്നേഹമുണ്ട്. പക്ഷെ പ്രധാനമായും ഈ കാര്യം ചെയ്യുമായിരുന്നു. അല്ലാഹു പ്രവാചക കുടുംബത്തോട് പറയുന്നു, ഇത് നിങ്ങൾ നിരന്തരം അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നു.
അള്ളാഹുവിന്റെ ദാസിമാർ അനുസ്മരിച്ചുകൊണ്ടിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ സ്വന്തം വീട്ടിൽ മദ്രസ നിർമ്മിക്കുകയുണ്ടായി. മദ്രസ എന്നാൽ വലിയ കെട്ടിടവും ബഹളമൊന്നുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അവരുടെ മുറി അവർ മൂന്നായിട്ട് തിരിച്ചു. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ റൗള ശരീഫ, അതവർ നിറച്ചു. രണ്ട്, അവർ കഴിയുന്നതായ മുറിയെ അതിന് രണ്ടായിട്ട് തിരിച്ചു. അതിലൊരു മുറിയിൽ അവർ ഒതുങ്ങി കഴിയുമായിരുന്നു. അടുത്ത മുറിയിൽ മദീനയിലെ പ്രധാനപ്പെട്ട ഉലമാക്കൾ വന്ന് ഖുർആനും ഹദീസും പഠിക്കുമായിരുന്നു. ഒറ്റയ്ക്ക് ആയിഷ റളിയല്ലാഹു തആല മാത്രം പഠിപ്പിച്ച നിരവധി താബിഈങ്ങളുണ്ട്. ഹജ്ജിന് പുറപ്പെടുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം അവർ കേട്ടു. ജിഹാദുൽ ഹജ്ജ്, അല്ലയോ സ്ത്രീകളെ, നിങ്ങളുടെ ജിഹാദ് ഹജ്ജാണ്. അതിനുശേഷം മുഴുവൻ ഹജ്ജിലും ആയിഷ റളിയല്ലാഹു അൻഹ വഫാത്ത് വരെയും പങ്കെടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ദീർഘകാലം ജീവിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി. ആ ജീവിതം മുഴുവനും ഇൽമിന്റെയും ദിക്റിന്റെയും ദഅവത്തിന്റെയും ജീവിതമായിരുന്നു. ഹജ്ജിന്റെ യാത്രയിൽ ആളുകൾക്ക് ദീനിന്റെ പാഠങ്ങൾ പഠിപ്പിക്കും, ജനങ്ങളോട് ദീനിന്റെ കാര്യങ്ങൾ പറയും. അല്ലാഹുവിൽ സത്യം, ആ കുട്ടിയുടെ ഹിഫ്ദിന്റെ പിന്നിൽ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും വമ്പിച്ച പ്രതിഫലം നേടാൻ പോകുകയാണ്. അല്ലാഹു നൽകുമാറാകട്ടെ. മദ്രസയിലുള്ള ഉസ്താദുമാര്, മദ്രസയ്ക്ക് സേവനം ചെയ്യുന്നവർ, ആ കുഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഓതാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നവർ, അത് വലിയ വിഷയമാണ്. മദ്രസയിൽ കുട്ടികൾ വരുന്നത് നേരെ ഇവര പോലെ ടിവിയിൽ തുറന്നു വെച്ചു കഴിഞ്ഞാൽ അതവരെ നേരെ എതിരായിട്ട് തിരിച്ചുവിടലാണ്. വീട്ടിൽ മാഹവൽ ഒരുക്കി കൊടുക്കുക, നമ്മൾ കൂട്ടത്തിലിരിക്കുക, അവർ ഓതൽ കേൾക്കുക, അവർ ഓദിപ്പിക്കുക, വളരെ നല്ല കാര്യമാണ്. അതുപോലെ നിങ്ങൾ ബന്ധുക്കളായ നിങ്ങളും ഇതിൽ വലിയ പങ്കാളികളാകണം. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഓതാൻ പോകുന്ന സമയത്ത് സാധാരണ ശൈത്താൻ പല വാക്കുകളും പഠിപ്പിക്കാറുണ്ട്. ഈ കുഞ്ഞിന്റെ ഭാവി എന്താവും, ഈ കുഞ്ഞ് സ്കൂളിൽ പോകുന്നില്ലേ, പറച്ചിൽ കേട്ടാൽ വിചാരിക്കും ഭാവി മുഴുവനും ഈ സഹോദരനാണ് നിയന്ത്രിക്കാൻ പോകുന്നത്. സഹോദരങ്ങളെ ആരെങ്കിലും ദീനുമായി ബന്ധപ്പെട്ടാൽ അവരെ പ്രേരിപ്പിക്കണം, നല്ല വാക്ക് പറയണം. അതിന്റെ ഫലം മുഴുവനും കുടുംബത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ എറണാകുളത്ത് പഴയ കാലഘട്ടത്തിൽ തബ്ലീഗിന്റെ പരിശ്രമം അത് എറണാകുളം മുഴുവനുമായിരുന്നു. മസ്ജിദ് നൂറിലായിരുന്നു അതിന്റെ മർക്കസ്. അള്ളാഹുവിന്റെ പാവപ്പെട്ട ദാസൻ ഹമീദ് ഹാജിയാർ എന്നൊരു വ്യക്തിയായിരുന്നു ആദ്യം അമീർ. അള്ളാഹു മഗ്ഫിറത്ത് റഹ്മത്ത് നൽകുമാറാകട്ടെ. ആ പാവത്തിന് മക്കളില്ല. പടച്ചവന്റെ വലിയ അനുഗ്രഹം കൊണ്ട് അവിടെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജമാഅത്തുകളുടെ ഹാഫിദുകൾ വരുന്നതിന് എനിക്ക് ഓതാൻ ആഗ്രഹം വന്നു. ഞാൻ നേരെ ഓതാൻ വേണ്ടി പോയി, കായംകുളത്ത് പോയി. ഈ കാര്യം അതുപോലെ സംഭവിച്ചു. എന്റെ കുടുംബത്തിലുള്ള സ്നേഹമുള്ളവർ ഇളകി മറിഞ്ഞു. ഇവന്റെ ഭാവി എന്താവും, അവർ ഇംഗ്ലീഷ് അറിയാമോ, മലയാളം അറിയാമോ, ഇവന്റെ ആകപ്പാട് ജീവിതം മൊത്തം തൊലഞ്ഞു പോകുമെന്നോ. ഈ സംസാരം എന്നെയും പതുക്കെ മനസ്സിൽ പിടിച്ച് കുലുക്കുകയുണ്ടായി. അതിന് വാപ്പയോട് പറഞ്ഞപ്പോൾ വാപ്പ പറഞ്ഞ് തെണ്ട് ജീവിച്ചാലും ശരി ഞാൻ ഈ മാർഗത്തിൽ നിന്ന് മാറ്റത്തില്ല. ഭയങ്കര കടുപ്പം പറഞ്ഞു. അപ്പോൾ ഒരു നയപരമായ ഒരു തന്ത്ര ശൈത്താൻ തോന്നിപ്പിച്ചു. തബ്ലീഗിന് വേണ്ടി പുറപ്പെടാം, 4 മാസം ജമാഅത്തിൽ പുറപ്പെടാം, അതിനുശേഷം വന്ന് സ്കൂളിൽ പഠിക്കാം. ആ സമയത്ത് ഹാജിയാര് മഞ്ചേരി ഭാഗത്തേക്ക് എവിടെയോ ജമാഅത്തിന് പുറപ്പെടും. ഞാനും ബാഗ് എടുത്തുകൊണ്ട് കൂട്ടത്തിൽ കൂടി. എങ്ങോട്ടാ? ഞാൻ നിങ്ങളോട് ജമാഅത്തിൽ വരാൻ പോവുക. ജമാഅത്തിൽ നീ വരണ്ട, നീ കാര്യങ്ങൾ തോന്നാൻ പോകും. ഇല്ല, ഞാൻ ജമാഅത്തിൽ വരാൻ പോവുക. ഞാൻ ജമാഅത്തിൽ ഇൻഷാല്ലാഹ് കാര്യമായിട്ട് തബ്ലീഗിന്റെ പരിശ്രമമായിട്ട് നടക്കാൻ പോകും. ഇയാളിപ്പം പരിശ്രമിക്കണ്ട, ഇയാളുടെ പരിശ്രമം ആവശ്യമില്ല, ഓതാൻ പോയാൽ മതി. ഞാൻ എന്ത് രോഗമായി നിങ്ങൾ തബ്ലീഗിന് വേണ്ടി നടക്കുകയും ചെയ്യുന്നു, ആൾക്കാരെ വിളിക്കുന്നത്. ഞാൻ നിങ്ങളോട്ട് വരേണ്ടെന്ന് പറയും. ഇല്ല, നിന്നെ കൊണ്ട് പോകത്തില്ല. അതിനു വേണ്ടി ഒരു ദിവസം അവർ ജമാഅത്തിൽ പിന്തിച്ച് മസ്ജിദ് നൂറിൽ തന്നെ കടന്നു. പാതിരാത്രി സമയത്ത് സഹോദരങ്ങളെ, നമ്മൾ ഓരോ നന്മയുടെ വഴികൾ മനസ്സിലാക്കണം. പാതിരാത്രി സമയത്ത് ഞാനൊരു കരച്ചിൽ കേൾക്കുകയുണ്ടായി. നോക്കിയപ്പോൾ ഞാൻ കിടക്കുന്ന ആ സ്ഥലത്തിന് തൊട്ടടുത്ത് ഹമീദാജിയുടെ സുജൂദിൽ കിടന്ന് കരഞ്ഞ് അതിനുശേഷം എഴുന്നേറ്റ് ദുആ ചെയ്യുകയാണ്. പടച്ചവനെ,
നമ്മുടെ നാട്ടിലേക്ക് ഒരാളെ പോലും ഇൽമിന്റെ വഴിയിൽ കിട്ടുന്നില്ല. ഒരുത്തരെ ഇങ്ങനെ കിട്ടിയിരിക്കുന്നു, അവനെ ശൈത്താൻ ഇളക്കി ആകെ ബുദ്ധിമുട്ടിക്കുന്നു. എന്റെ ദേഹത്തോട് കൈ കാണിച്ചോടെ പറയുന്നു, ഹാല് പറയുന്നു, പടച്ചവനെ ഇൽമിന്റെ വഴി ഉറച്ചു നിൽക്കാൻ ഭാഗ്യം തരയണമെന്ന് സുബഹി നിസ്കരിച്ച് ആരോട് ചോദിക്കാതെ ഞാൻ കാര്യങ്ങൾ തുടങ്ങി ഓടുകയുണ്ടായി. എന്റെ വിശ്വാസമാണ് അള്ളാഹുവിന്റെ ആ ദാസന് പടച്ചവൻ ചെയ്യുന്ന നന്മകൾ, അല്ലറ നന്മകളുടെ കൂലിയും അള്ളാഹു തആല കൊടുക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ നന്മകൾക്ക് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. രണ്ടാമതായി ആ നന്മകൾ നമ്മളും പകർത്തണം. ഇവിടെ അൽഹംദുലില്ലാഹ് ഒരു കുട്ടി പരിശുദ്ധ ഖുർആൻ പൂർത്തീകരിക്കാൻ പോകുകയാണ്. ഈ സമയത്ത് മുഴുവൻ സഹോദരങ്ങളും നിയ്യത്ത് ചെയ്യണം. ഒരു പെൺകുട്ടി, അവരെപ്പറ്റി ലോകം വെച്ചിരിക്കുന്നത് ബുദ്ധിയില്ലാത്തവർ, കഴിവില്ലാത്തവർ. ഇന്ന് ഞങ്ങളുമായി ആൾക്കാരെ വഴക്കുണ്ടാക്കാറുണ്ട്. പെൺകുട്ടികളെ ഹിഫ്ള് ചെയ്യിപ്പിക്കണോ? ഞാൻ അവരോട് ചോദിക്കും, പെൺകുട്ടികളെ പിന്നെ ഡോക്ടർ ആക്കണം, അതവരെ ഹാഫിളും ആക്കണം. പിന്നെ അവർ ഹിഫ്ള് നിലനിൽക്കണ്ടേ? ആണുങ്ങൾ നിലനിർത്തിയാൽ ഹിഫ്ള് നിലനിൽക്കും, പെണ്ണുങ്ങൾ നിലനിർത്തിയാൽ ഹിഫ്ള് നിലനിൽക്കും. ആണുങ്ങൾ ഹിഫ്ളിനെ അവഗണിച്ചാൽ മറന്നുപോകും, പെണ്ണുങ്ങൾ അവഗണിച്ചാൽ അവരും മറന്നുപോകും. പരിശുദ്ധ ഖുർആൻ ഹിഫ്ളിന്റെ വിഷയത്തിൽ ആണ് പെണ്ണ് വ്യത്യാസമൊന്നുമില്ല. സൂക്ഷിക്കാനുള്ള മനക്കരുത്തുണ്ടെങ്കിൽ ആ വ്യത്യാസമുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദാസി പരിശുദ്ധ ഖുർആൻ അവസാനത്തായി തോന്നുന്ന സമയത്ത് എന്റെ ഈ സദസ്സിലുള്ള ഞാനും എന്റെ കുടുംബവും നമ്മളെല്ലാവരും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചിന്തിക്കണം, പടച്ചവനെ, ഈ കുട്ടി 6666 സമാപനത്തിൽ മുത്തമിടുന്നെങ്കിൽ എനിക്ക് പരിശുദ്ധ ഖുർആനിന്റെ ഒരു ജുസുവെങ്കിലും അറിയാമോ എന്ന് നമ്മളോട് ചോദിക്കണം. എന്നിട്ട് നമ്മൾ മുമ്പോട്ട് വരണം. ഞങ്ങളുടെ മദ്രസയിൽ 2 വർഷം മുമ്പ് ഒരു എഞ്ചിനീയർ, അദ്ദേഹം കല്യാണത്തിന് ശേഷം അല്ലാഹു സന്താനങ്ങളെയും കൊടുത്തതിന് ശേഷം അദ്ദേഹം വന്ന് പഠിച്ച് 5 വർഷം പഠിച്ച് പൂർത്തിയാക്കുകയുണ്ടായി. അദ്ദേഹം ആദ്യം ഓതാമെന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതായി ഇരിക്കുന്ന ആലപ്പുഴ ഉസ്താദിനെ പോലെ കുറച്ച് ഉസ്താദന്മാരുണ്ട്, നിങ്ങളെ 1 വർഷം കൊണ്ട് അത്യാവശ്യ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വീട്ടോട്ട് പോകാൻ പറഞ്ഞു. എന്റെ കൂട്ടത്തിൽ നടന്നാൽ പഠിക്കത്തില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം എന്റെ ഭാഗത്ത് നിന്ന് മാറി 5 വർഷം അവിടെ ഉറച്ചു നിന്ന് എഴുതു പഠിച്ചു. 5 വർഷം. ഈ വർഷം താഴ്ന്ന ദേവത്തിൽ പോയി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാര്യയുണ്ട്, മക്കളുമുണ്ട്, കുടുംബകാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അദ്ദേഹത്തിന് അവസാന സ്ഥലം മേടിക്കുന്ന സമയത്ത് ഉസ്താദ് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചത്? നല്ല വീട്, നല്ല സാഹചര്യം, നിങ്ങൾ ഇതിന് ഓതാൻ വന്നത്? നമ്മളുടെ ഭാഗത്ത് നിന്നും ഒരു മറുപടി പറയുകയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരു ഭാഗത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ പരിശുദ്ധ ഖുർആൻ പഠിക്കുക, ഹദീസ് പഠിക്കുക, ദീനിന്റെ ഇൽമ് കരസ്ഥമാക്കുക അത് വലിയ മഹത്തരമാണ് എന്ന ആയത്തുകളും ഹദീസുകളും കണ്ടു. മറുഭാഗത്തേക്ക് ഞാൻ എന്നിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് പഠിക്കാൻ ശേഷിയുണ്ടെന്ന് മനസ്സിലായി. എന്നിട്ടും നാളെ ആഖിറത്തിൽ ആലിമീങ്ങൾ ഉന്നത സ്വർഗത്തിലേക്ക് പോകുമ്പോൾ പഠിക്കാത്തതിന്റെ പേരിൽ പടച്ചവന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് കുറ്റപ്പെടുത്തലുണ്ടായി, ഞാൻ പിന്തിപ്പോകുമല്ലോ എന്ന ചിന്തയാണ് എന്നെ പഠിക്കാൻ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, 1-2 നിയ്യത്ത് നമ്മൾ എല്ലാവരും പഠിക്കും. നല്ല കബൂലിയത്തിന്റെ സമയമാണ് ഈ ഖുർആൻ ഖത്തമിന്റെ സമയം എന്ന് പറഞ്ഞാൽ. സാധാരണ പിന്നീട് വിശദീകരിക്കാറുണ്ട്, 50 ഖത്തമിന്റെ 100 ഖത്തമിന്റെ പൂർത്തീകരണമാണ് ഖുർആനിന്റെ പൂർത്തീകരണം. ആദ്യം പുതിയ പാഠം എന്ന് പറഞ്ഞ് ഉസ്താദന്മാര് നോക്കി 10 പ്രാവശ്യം എന്നെ കൊണ്ട് ഓദിപ്പിക്കുമായിരുന്നു. അതിനുശേഷം ഉസ്താദ് എന്റെ മടി കാരണം തസ്ബീഹ് കയ്യിൽ പിടിപ്പിച്ച് 33 പ്രാവശ്യം ഓരോ ആയത്തും ഓതാൻ പറയുമായിരുന്നു. ഞാൻ വലിയ മടേന് ഓതാൻ വലിയ ബുദ്ധിമുട്ട് ഉസ്താദുകൊണ്ട് എന്നെ പഠിപ്പിച്ചിങ്ങനെ 33 പ്രാവശ്യം തസ്ബീഹ് കയ്യിൽ പിടിച്ച് ഓതാൻ പറയുമായിരുന്നു. ഇതാ വക്കായത്തിൽ വാക്കിയ, ഇതാ വക്കായത്തിൽ വാക്കിയ, ഇതാ വക്കായത്തിൽ വാക്കിയ, ഇതാ വക്കായത്തിൽ വാക്കിയ. ഉസ്താദെ പഠിച്ചില്ല, 33 പ്രാവശ്യം ഓദിക്കുമായിരുന്നു. അതിനുശേഷം പാഠം കൊടുക്കൽ കഴിഞ്ഞിട്ട് ജുസു പാഠം എന്ന് പറഞ്ഞ് ഒരു 10-30 പ്രാവശ്യം അത് ഓദിക്കും. പിന്നീട് പഴയ പാഠം എന്ന് പറഞ്ഞുകൊണ്ട് 10-30 പ്രാവശ്യം അത് ഓദിക്കും. ഇങ്ങനെ കുറഞ്ഞത് 100 ഖത്തമാണ് അൽഹംദുലില്ലാഹ് നടത്താൻ പോകുന്നത്. ആകെ ഈ സമയത്ത് നമ്മൾ എല്ലാവരും ചില നീയത്ത്, ഒന്ന് ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും പരിശുദ്ധ ഖുർആൻ പഠിക്കുമെന്ന് നീയത്ത്, ഇൻഷാ അല്ലാഹ്. ഇത് കേൾക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും എനിക്ക് വലിയ സന്തോഷമുണ്ടായി. അബ്ദുറഹ്മാൻ പോലെ പറഞ്ഞത്, ഞാൻ എന്റെ കുടുംബത്തിലുള്ള മുഴുവൻ ആൾക്കാരെ കൂട്ടിയിട്ടുണ്ട്. ഇവിടെ ധാരാളം ആൾക്കാർ മാഷാ അല്ലാഹ് വന്നിട്ടുമുണ്ട്. എല്ലാവരും ഈ മജ്‌ലിസിൽ നിയ്യത്ത് ചെയ്യണം. ഈ ദുആയിൽ അവർ ഈ കാര്യം, ഒന്ന്
നമ്മളെല്ലാവരും ഇൻഷാ അല്ലാഹ് ഖുർആൻ ഹാഫിളാക്കുമെന്ന് നിയ്യത്ത് ചെയ്യും. ഇപ്പൊ ഇൻഷാ അല്ലാഹ് വളരെ കുറഞ്ഞു പോയി. സൂറത്ത് ഫാത്തിഹ പഠിക്കുമെന്ന് നിയ്യത്ത് ചെയ്യും. അത് കട്ടികൂടി തിരിച്ചാണ്. നിങ്ങൾ ഖുർആനിന്റെ കച്ചവടവും പള്ളുരുത്തിയിലെ കച്ചവടത്തിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. പള്ളുരുത്തിയിൽ നിങ്ങൾ കച്ചവടം നടത്തി അല്ലാഹു എല്ലാ കച്ചവടവും വിജയിപ്പിക്കുമാറാകട്ടെ, ഖൈറിലാക്കുമാറാകട്ടെ, റാഹത്തിലാക്കുമാറാകട്ടെ. എത്ര ദുആ ചെയ്താലും അല്ലാഹു തആല ചിലപ്പം വർദ്ധനവ് തരും, ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാകും. പക്ഷെ ദീനിന്റെ കച്ചവടം അറിയണമോ? നിങ്ങൾ എല്ലാവരും കൂടി പരിശുദ്ധ ഖുർആനെ പാരായണം ആരംഭിച്ചു. അതിൽ അൽഹംദുലില്ലാഹ് ഈ കുഞ്ഞുങ്ങൾ ഓടി കുതിര പോലെ ഓടി 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 അവർ കുല്ലാഹുദ് റബ്ബിനാസൻ മുത്തമിട്ടു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബാക്കി നമ്മളെ പോലെയുള്ള പാവത്തുകൾ ഓടിയെങ്കിലും കിറച്ച് കിറച്ച് 5 ജുസുവേ പഠിച്ചിട്ടുള്ളൂ. 5ാമത്തെ ജുസു ആയപ്പോൾ നമ്മുടെ പടച്ചവന്റെ സന്നിധാനത്തിലേക്ക് യാത്രയായി. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, യുഹ്ശറു മഅൽ ഹാഫിളീൻ, നാളെ ആഖിറത്തിൽ ഹാഫിളീങ്ങളുടെ കൂട്ടത്തിൽ വരെ യാത്രയാക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിലാണ്. ആഗ്രഹിച്ചിറങ്ങിയോ പരിശ്രമിക്കുമോ പേരും എഴുതും കൂട്ടത്തിൽ. ഇന്നലെ തഅലീം വായിച്ചപ്പോൾ ഹദീസ് കേട്ടു. സുബ്ഹാനല്ലാഹ്, വലിയ സന്തോഷം വന്നു. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ആരെങ്കിലും എന്തെങ്കിലും ഇൽമു പഠിക്കാൻ മുന്നോട്ട് വന്ന് അത് പഠിക്കുകയാണെങ്കിൽ അവന് 2 കൂലി നൽകപ്പെടുന്നതാണ്. ആരെങ്കിലും പഠിക്കാൻ മുന്നോട്ട് വന്നു അവന് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ 1 പ്രതിഫലം അവന് ലഭിക്കുന്നതാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ സഹോദരങ്ങളെ ദീൻ? സമ്പാദിക്കാൻ നോക്കി മരണത്തിന് മുമ്പ് പള്ളിയിലേക്ക് ഓടുകയൊന്നും വേണ്ട, പോകുകയായിരുന്നു ജമാഅത്ത് ആഗ്രഹിച്ചുകൊണ്ട്. പക്ഷെ ഇമാം ഹൈസ്പീഡായിട്ട് പെട്ടെന്ന് നിസ്കരിച്ച് സലാം വീട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ജമാഅത്തിന്റെ കൂലി വരെ കിട്ടുന്നതാണ്. ومن يخرج من بيته مهاجرا إلى الله ورسوله ثم يدركه الموت فقد وقع أجره على الله وكان الله غفورا رحيما. ആരെങ്കിലും മക്ക മുക്കറമയിൽ നിന്നും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിലേക്ക് ഹിജ്റ ചെയ്തു, യാത്ര ആരംഭിച്ചതേയുള്ളൂ. മലക്കുൽ മൗത്ത് അവന്റെ റൂഹെടുത്തുകൊണ്ട് ആകാശത്തേക്ക് പറന്നു. ഫഖദ് വഖഅ അജ്റുഹു അലല്ലാഹ്. അവൻ മദീനയിലെത്തിയിട്ടില്ല, ദുൽഹുലൈഫയിലെത്തിയിട്ടില്ല, ഉശൈറയിലെത്തിയിട്ടില്ല, ഉസ്ഫാനിലെത്തിയിട്ടില്ല. മക്കയിൽ തൻഈം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഫഖദ് വഖഅ അജ്റുഹു അലല്ലാഹ്. അവന്റെ പേര് മുഹാജിറുകളുടെ കൂട്ടത്തിൽ എഴുതുന്നതാണ് ഖുർആൻ. അതുകൊണ്ട് തയ്യാറല്ല എല്ലാവരും ഹാഫിളാകാൻ പരിശ്രമിച്ചു തുടങ്ങുന്ന സഹോദരങ്ങളെ. അല്പം ഖുർആൻ തുടങ്ങുന്നു. റമദാൻ മാസം വരികയാണ്. ഹാഫിളുകളുടെ പുറകിൽ കൈയും കെട്ടി നിൽക്കരുത്. ഇനി പറയാൻ പോകുന്ന കാര്യം കൂടിയുണ്ട്. അതും കൂടി ചില നിങ്ങൾ പതുക്കെ ഹാഫിളാവും, ഒരു കുഴപ്പവുമില്ല. 2ാമത്തെ നിയ്യത്ത്, എല്ലാ സഹോദരങ്ങളും മക്കളെ ഇൻഷാ അല്ലാഹ് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ട്, കോളേജിൽ പഠിപ്പിച്ചുകൊണ്ട് അല്ലാഹു എഞ്ചിനീയർ ആക്കുമാറാകട്ടെ, ഡോക്ടർ ആക്കുമാറാകട്ടെ, നല്ല കച്ചവടക്കാരനാക്കുമാറാകട്ടെ. അതിലെല്ലാം ഉപരി പരിശുദ്ധ ഖുർആൻ ഓതുന്നവരാക്കുമാറാകട്ടെ. മക്കളെ എല്ലാം നിങ്ങൾ ഇൽമുമായി ബന്ധിപ്പിക്കും. തയ്യാറ് ഇൻഷാ അല്ലാഹ്. ആ ബന്ധം നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ പാഠം നിങ്ങൾ വീട്ടിൽ നിന്ന് കേൾക്കണം. അബ്ദുറഹ്മാൻ മൗലവിയുടെ ഭാര്യ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മോളോട് പറഞ്ഞു, നീ ആഹാരം ഞാൻ ഉണ്ടാക്കി തരാം, നീ ഓതിക്കൊണ്ടിരിക്കും. നമ്മൾ പറയും, നീ ഓതിൽ ഞാൻ കേൾക്കട്ടെ, ഞാൻ പാഠം കേൾക്കട്ടെ. നമ്മൾ അവരുടെ ഓതിൽ കേട്ടോണ്ടിരിക്കും. കേട്ട് കേട്ട് നിങ്ങൾ ഇൻഷാ അല്ലാഹ് കുറെ ഖുർആൻ പഠിക്കും. കേട്ട് പഠിക്കും. ഖുർആൻ ഭയങ്കര ഒരു പ്രത്യേകത ഖുർആനുണ്ട്. വേണമെന്ന് ആഗ്രഹിച്ചാൽ ഏത് മണ്ടനെയും ഖുർആൻ കയറി കെട്ടിപ്പിടിക്കും. വേണമെന്ന് ആഗ്രഹിച്ചാൽ. വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമാന്റെ പോക്കറ്റിൽ നിന്ന് ഖുർആൻ ഇറങ്ങിപ്പോകും. 2 വലിയ പ്രത്യേകതയാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മുടെ മക്കളെ നല്ല രീതിയിൽ ഖുർആൻ പഠിപ്പിക്കാൻ പരിശ്രമിക്കും. തയ്യാറാണ് ഇൻഷാ അല്ലാഹ്. എന്നാൽ പടച്ചവന്റെ അനുഗ്രഹത്താൽ എന്ത് കിട്ടും? ഖുർആൻ കിട്ടും. വദ്കുർന മാ യുത്ല
في بيوتكن من آيات الله والحكمة إن الله كان لطيفا خبيرا. എന്നാൽ എന്ത് കിട്ടും? പരിശുദ്ധ ഖുർആൻ കിട്ടും. സഹോദരങ്ങളെ, ഒരു ദിവസം നമ്മൾ മരിക്കും. ഖുർആൻ ഓതിക്കൊണ്ട്, ഖുർആൻ കേട്ടുകൊണ്ട്, പരിശുദ്ധ ഖുർആൻ നെഞ്ചിൽ വെച്ചുകൊണ്ട് നമുക്ക് അല്ലാഹുവിലേക്ക് യാത്രയാകാൻ പറ്റും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെ ഖബറിൽ കൊണ്ടുപോയി കെട്ടിപ്പൂട്ടി വെക്കും. ആരും കാണുകയില്ല. പരിശുദ്ധ ഖുർആൻ കാണും. പരിശുദ്ധ ഖുർആൻ കാണും. മഹ്ശറ വൻസഭയിൽ എഴുന്നേൽക്കുന്നു. പരിശുദ്ധ ഖുർആൻ കൂട്ടത്തിൽ കാണും. അവസാനം അല്ലാഹു നമ്മുടെ സ്വർഗത്തിൽ എത്തിക്കുമാറാകട്ടെ. സ്വർഗത്തിലെ ആനന്ദത്തിൽ ഒന്ന് പരിശുദ്ധ ഖുർആൻ പാരായണമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ദീനുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ നിയ്യത്ത് ചെയ്യുക. ന്യായമായ ദുനിയാവും അനുഭവിച്ച് ഒരു കുഴപ്പവുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ റബ്ബ് ചാഹി സിന്ദഗി, പടച്ചവനെ മുമ്പിൽ നിർത്തി ജീവിക്കും. നല്ല വീട് വെച്ചുകൊണ്ട് അല്ലാഹു ബർക്കത്ത് തരുമാറാകട്ടെ. നല്ല വാഹനം മേടിച്ചുകൊണ്ട് പടച്ചവൻ ബർക്കത്ത് നൽകുമാറാകട്ടെ. നല്ല കച്ചവടക്കാർ നിങ്ങളാകില്ല, അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. എല്ലാവരും വീടൊക്കെ പൊട്ടിച്ച് കടയൊക്കെ പൂട്ടി ഇറങ്ങാൻ ആരും പറയുന്നില്ല. പക്ഷെ വീട് ഖുർആനിക വീടാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളുടെ കട ഖുർആനിക കടയാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളുടെ വാഹനം ഖുർആനിക വാഹനമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു വലിയ മഹാന്റെ ഉമ്മ പറയുമായിരുന്നു, 7 ജുസു ഖുർആൻ ഞാൻ ഓതുകയും ചെയ്യുന്നു, വീടിന്റെ ജോലി മുഴുവൻ ഞാൻ നിർവഹിക്കുകയും ചെയ്യുന്നു. ഇതാണ് മുഅ്മിനും അല്ലാത്തവരുടെ വ്യത്യാസം. നല്ല ആഹാരം, ഒരു കുഴപ്പവുമില്ല, നല്ല വീട്, പക്ഷെ ഖുർആനുമായി ബന്ധപ്പെട്ട വീട്, ഖുർആനുമായി ബന്ധപ്പെട്ട ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. അല്ലാഹു എല്ലാ ഖൈറുകളും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദിയും പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹുവിനാണ് സർവസ്തുതിയും. അവരുടെ അനുഗ്രഹങ്ങളുടെ നന്മകൾ പൂർണ്ണത പ്രാപിക്കുന്നു. ലോകത്തിന്റെ നായകൻ, വിശ്വത്തിന്റെ വസന്തം, സയ്യിദുൽ കൗനൈൻ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് സലാമുകൾ. വആഖിറു ദുആഇ